ഇതുവരെ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ, അതിൻ്റെ പോസ്റ്റേഴ്സ്, ദെൻ പാട്ടുകൾ, ഇതിലൊക്കെ വെച്ച് എനിക്കൊരു സീറോ ഹൈപ്പുള്ളൊരു പടമാണ് ഗോട്ട്. ആകെ ഒരു പ്രതീക്ഷ അതിൻ്റെ ട്രെയിലറായിരുന്നു. ട്രെയിലറും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. ഒരു സാധാരണ ഒരു കൊമേഴ്ഷ്യൽ പടത്തിൻ്റെ ഒരു മോഡാണ് എനിക്ക് കിട്ടിയത്. ഒരു സ്ഥിരം കാണുന്ന ഒരു ടിപ്പിക്കൽ ഒരു സൈഫൈ തമിഴ് പടം അങ്ങനെയായിരിക്കും ആ ഒരു മോഡ്. വിജയുടെ ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ അവസാനത്തെ പടത്തിൻ്റെ തൊട്ട് മുമ്പുള്ള പടം എന്നുള്ള രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ഈ ഒരു പടത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രെയിലറായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ സിനിമ കാണുമ്പോഴായിരിക്കും ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് റിവീൽ ചെയ്യാത്തൊരു സാധനമാണെങ്കിലും ഒരു ട്രെയിലർ കിട്ടുമ്പോൾ നമുക്കൊരു ഹൈ മൊമെൻ്റ് ഉണ്ടല്ലോ, അത് കിട്ടാത്തൊരു ട്രെയിലർ. പക്ഷേ വെങ്കട് പ്രഭു ആണ്, നമുക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും എന്തെങ്കിലുമൊക്കെ ഒരു മാജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. പഴയ ചെന്നൈ 28 മുതൽ ഇതുവരെയുള്ള എല്ലാ വെങ്കട് പ്രഭു ചിത്രത്തിലും അതുണ്ട്. ചിലപ്പോൾ സിനിമ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മൊമെൻ്റ് എല്ലാ പടത്തിലും മൂപ്പർ ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. സോ അങ്ങനെ ഇതിലുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമ വരുമ്പോഴായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് അറിയാം. ആൻഡ് വിജയുടെ ആ ഒരു DAGൻ്റെ പല ഷെയ്ഡുകൾ നമ്മൾ കണ്ടു. അത് പക്ഷേ ഒരു ഫുൾ ഓൺ ഒരു തിയേറ്റർ സ്ക്രീനിൽ കാണുമ്പോഴായിരിക്കും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാവുന്നത്. കണ്ടറിയണം. ഇതിന് വേണ്ടി മെനക്കെട്ടവർ കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, നല്ലൊരു കഥ ഉണ്ടാവണം, എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ഉണ്ടാവണം, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ പാട്ട് ഇതുവരെ വന്ന സാധനമൊക്കെ വൻ അലമ്പ്. ഒരു പാട്ട് പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സാധാരണ അങ്ങനെ വിജയ് ചിത്രങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഇതിൽ ഒരു പാട്ട് പോലും മര്യാദയ്ക്കില്ലാത്തതായിട്ട് തോന്നി. പ്രത്യേകിച്ച് ആ ഒരു വിസിൽ പോഡൊക്കെ ഉണ്ടല്ലോ, എന്ത് കൂറ സാധനമാണത്. ഈ മറ്റേ എത്ര നല്ല ഈ ആ വാരിസിലടക്കം പാട്ട് ചിലതൊക്കെ 1-2 രസമുണ്ട്. ആ തീ തിളപ്പത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പൊട്ടിയ പടമാണെങ്കിലും അടക്കം. പക്ഷേ ഇതിൽ ഒരു ഹൈപ്പും തരാത്ത കുറേ പാട്ടുകളും ചവർ കുറേ പോസ്റ്റേഴ്സും അവസാനം ഇറങ്ങിയ ഒരു ഐമാക്സിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ള സാധനങ്ങളായിരുന്നു. കുറച്ചെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. ട്രെയിലറിൽ കുറേ നമ്മൾ വെങ്കട് പ്രഭു റെഫറൻസുകൾ കുറേ കണ്ടു. ഞാൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ മുതൽ ഇതുവരെയുള്ള എല്ലാ റെഫറൻസുകളും ഒരുപക്ഷെ അടുക്കി വെച്ചിട്ടുണ്ടാവും. ആൻഡ് പക്ക വിജയ് പടമാണെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ വിജയ് റെഫറൻസുകളും ഇവിടെ അവസാനം കാണിക്കുന്ന ഐ എം വെയിറ്റിംഗ് മുതലുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ആൻഡ് ആ ഒരു CSK റെഫറൻസും ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. വെങ്കട് പ്രഭു സിനിമകളൊക്കെ തറവായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം മൂപ്പര് എത്രത്തോളമാണ് ഒരു തല ഫാനും. ദെൻ ആ ഒരു CSK ടീമിനോട് മൂപ്പര് ചെയ്യുന്ന കുറേ സാധനങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പല സിനിമകളും കണ്ടിട്ടുണ്ട്. സോ അജിത്തും വിജയും കൂടി ഒരു കോംബോ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലെങ്കിലും ഒരു പക്ഷേ ഇൻസൈഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു തളപതി കോംബോ ഒരു പക്ഷേ എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു ഉറപ്പില്ലാത്ത ജസ്റ്റ് റൂമേഴ്സാണ്. അങ്ങനെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ട്രെയിലറിൻ്റെ അവസാനം തന്നെ ആ ഒരു സ്റ്റേഡിയത്തിലുള്ള സീക്വൻസും ദെൻ വിജയ് മറ്റേ CSKയുടെ യെല്ലോ ആർമി ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സോ അങ്ങനെയൊക്കെ കുറേ സർപ്രൈസിങ് ആയിട്ട് സാധനങ്ങളൊക്കെ സിനിമയിൽ നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവും. ആൻഡ് പ്രഭുദേവയും പ്രശാന്ത് മുതലുള്ള ആ ഒരു കോംബോ, ആ ഒരു ഐക്കോണിക് ടീം, ദെൻ ആ ഒരു 68 എന്നുള്ള ആ ഒരു നമ്പറിങ്, ഈ തളപതി 68 എന്ന് പറയുന്ന അപ്പോൾ 68ാമത്തെ മിഷൻ, അങ്ങനത്തെ കുറേ പക്ക റെഫറൻസുകൾ വെച്ച് ഒരു വിജയ് ഫാന് വേണ്ട എല്ലാ സാധനങ്ങളും ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പടം തന്നെയായിരിക്കും. പക്ഷേ ടു ബി ഹോണസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ലിയോയുടെ ഒരു 0.1% ഹൈപ്പ് പോലും എനിക്ക് ഈ പടത്തിനില്ല. അതും വിജയുടെ അവസാനത്തെ തൊട്ട് മുമ്പുള്ള പടമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ വലിയ സിനിമ ഫസ്റ്റ് ഡേ ഫാൻ ഷോ തന്നെ കാണും. കാരണം ഈ ചങ്ങായിനെ നമ്മളിനി ഒരു പക്ഷേ അധികം ഇനി കണ്ടുവന്ന് വരില്ല. പ്രത്യേകിച്ച് സിനിമയിൽ അദ്ദേഹം നിർത്താൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഈ 90s കിഡ്സിൻ്റെയൊക്കെ ഔട്ട് ഓഫ് മെനി തിങ്സ് വൺ ഓഫ് ദി തിങ് ദാറ്റ് മെയ്ഡ് അവർ ചൈൽഡ്ഹുഡ് ഓസം എന്ന് പറയുന്നത് ദളപതി വിജയ് ആയിരിക്കും. അതിപ്പോൾ ഫാൻഡം ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എല്ലാം. ഞാൻ സൂര്യ ഫാനാണ്, വിജയ് ഫാനൊന്നുമില്ല. ഒരു കാലത്ത് വിജയനെ കുറ്റം പറഞ്ഞ് തള്ളിപ്പറഞ്ഞ ആൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ നിർത്താൻ പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു പേടിയുണ്ടല്ലോ. എത്രയൊക്കെ തന്നെ ആയാലും ഇങ്ങനെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അതൊരു വേറെ മാജിക്കൽ മൊമെൻ്റ് തന്നെയാണ്. സോ അത് കഴിയാൻ പോകണമെന്ന് കാണുമ്പോൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവേണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതിൻ്റെ അപ്ഡേറ്റുകളിൽ ഇല്ല എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. സോ അങ്ങനെ വിജയുടെ കരിയറിലെ സെക്കൻഡ് ലാസ്റ്റ് മൂവി എന്ന രീതിയിൽ ഇറക്കുന്ന ഒരു പടം ഒരു പക്ക വിജയ് പടമായിരിക്കും. അദ്ദേഹത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ട്രിബ്യൂട്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ അതൊരു നല്ല പടമാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ എനിക്കൊരു മീഡിയോക്കറായിട്ട് മാത്രമാണ് തോന്നിയത്. ആ ഒരു വലിയ ഹൈ മൊമെൻറ്റും തന്നില്ല. ഈ ട്രെയിലർ കണ്ടപ്പോഴുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതും താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.